പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരായ വിമർശനത്തിൽ ഉറച്ച സാന്ദ്ര തോമസ്. സംഘടനയിൽ സ്ത്രീകൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിച്ചതോടെ അസോസിയേഷനിലെ ഭൂരിഭാഗവും തനിക്ക് എതിരായി. ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയെങ്കിലും കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും സാന്ദ്ര പറയുന്നു. ആജ്ഞയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഇപ്പോൾ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് അതിപ്പോൾ അമ്മയിലും നിർമ്മാതാക്കളുടെ സംഘടനയിലുമെല്ലാം വലിയ തോതിൽ ഉള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുന്നു. സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് സാന്ദ്ര പറയുന്നത്? സാന്ദ്ര തോമസ് നൽകിയിരിക്കുന്ന പത്രിക തള്ളാൻ സാധ്യതയില്ലാതിരുന്നതാണ്. അത് തന്നെയാണ് വിദഗ്ധരും ആ വിഷയത്തിൽ അറിവുള്ളവരും പറയുന്നത് അങ്ങനെയാണ്. അതായത് ഇതിന്റെ ബൈലോ അനുസരിച്ചിട്ട് 3 സിനിമയെങ്കിലും മിനിമം അവരുടെ പേരിൽ സെൻസർ ചെയ്തിരിക്കണമെന്നാണ്. ഇവര് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പത്രിക തള്ളുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ ഭരണാധികാരി പറഞ്ഞ ഒരു ഇതെന്ന് പറയുന്നത് 2 സിനിമ മാത്രമേ സാന്ദ്രയുടെ പേരിൽ, അതിനു മുൻപ് സാന്ദ്ര ഫ്രൈഡേ മൂവീസിന്റെ ഭാഗമായിരുന്നു, ആ സാന്ദ്രയുടെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിരിക്കുന്നത് 2 മൂവീസ് മാത്രമാണ്. പക്ഷെ 9 മൂവീസ് സാന്ദ്രയുടെ പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായ തെളിവുണ്ട്. അത് മാത്രമല്ല, സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് സാന്ദ്ര ഈ ഒരു ഫൈറ്റ് തുടങ്ങി വെച്ചത്. അത് ഈ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ തനിക്ക് എതിരായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചു എന്ന് തന്നെയാണ് സാന്ദ്ര പറയുന്നത്. സാന്ദ്ര നമ്മളോടൊപ്പമുണ്ട്. എന്തായാലും സാന്ദ്രയ്ക്ക് തന്നെ അതിൽ കാര്യത്തിൽ കൂടുതൽ വിശദമായി പറയാനുണ്ടാകും. നമുക്ക് സാന്ദ്രയോട് തന്നെ ചോദിക്കാം, ഏതൊരു സാഹചര്യത്തിലാണ് ഇപ്പം എന്തായാലും കോടതി വരെ എത്തുന്ന ഒരു സാഹചര്യം എത്തിയല്ലോ. ഇപ്പം ഭരണാധികാരി പത്രിക തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന ഇതിൽ തന്നെയാണ് നിങ്ങൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നതും. എന്നിരുന്നാൽ പോലും അത് തള്ളുന്നു, അത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണല്ലോ ഇപ്പൊ കോടതിയെ സമീപിച്ചിരുന്ന ഒരു സാഹചര്യം. എന്ത് പറയുന്നു? അതിനേക്കാൾ മുമ്പായിട്ട് ആദ്യമായിട്ട് എനിക്ക് അഭിലാഷിനോടാണ് പറയാനുള്ളത്. ഒരു ചെറിയൊരു തിരുത്തുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ മുഴുവൻ ആളുകളും എനിക്കെതിരെ നിൽക്കുന്നു എന്നത് തെറ്റാണ്. എനിക്ക് എക്കോ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ തന്നെ വളരെ ചുരുക്കം ആളുകൾ, അതായത് ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് എനിക്കെതിരെ നിൽക്കുന്നത്. സംഘടനയിലുള്ള ഭൂരിഭാഗം ആളുകളും എനിക്ക് സപ്പോർട്ടാണ്. അത് ഞാൻ വിജയിക്കും എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അവരെൻ്റെ നോമിനേഷൻ തള്ളുക പോലത്തെ പരിപാടിയിലേക്ക് അവർ കടക്കാനായിട്ട് ഉണ്ടായ സാഹചര്യം. അപ്പം അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള മറ്റ് നിർമ്മാതാക്കൾ എല്ലാവരും തന്നെ ഞാൻ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്നവരാണ്. ഈ ഗുണ്ടായിസം കാണിക്കുന്ന, വർഷങ്ങളായി സംഘടനയെ പിടിച്ചടക്കി വച്ചിരിക്കുന്ന ഒരു വളരെ കുറച്ചു പേര്, ഒരു 10ൽ താഴെ ഉള്ള ആളുകളുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ എൻ്റെ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് ഞാൻ തീർത്തും യോഗ്യയായ ഒരു വ്യക്തിയാണെന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ കേരള സമൂഹം മുഴുവൻ കണ്ടതാണ്. എല്ലാവർക്കും അറിയാവുന്നതും ബോധ്യപ്പെട്ട കാര്യം കൂടിയാണ്. അത് ഇന്ന് കോടതിയും അത് മനസ്സിലാക്കും. കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നീതി ഉണ്ടാവും എന്ന് തന്നെയാണ് ഇന്നത്തെ എൻ്റെ പ്രതീക്ഷ. ഈ ഭരണാധികാരിയെ വെച്ചതുപോലും നമ്മുടെ ബൈലോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ബൈലോയിൽ അങ്ങനെ ഒരു ഭരണാധികാരിയെ വെക്കാനായിട്ട് എവിടെയും പറയുന്നില്ല. അസോസിയേഷന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണ് അത് നിർവഹിക്കേണ്ടത്. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് അദ്ദേഹം ആ സ്ഥാനത്ത് കയറി 6 മാസത്തിനകം ലീവിലേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് അദ്ദേഹം ലീവിലാണ്. അപ്പം അദ്ദേഹം ഇല്ല, ആകെ സെക്രട്ടറി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ഭരണാധികാരി 25 വർഷമായിട്ട് ഈ അസോസിയേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു ഭരണാധികാരി അവിടെ വരാനുണ്ടായ സാഹചര്യം? ശ്രീ സിയാദ് ഖോക്കറിനെ പോലെയുള്ള ആളുകൾ അവിടെ വൻ അഴിമതികളും കള്ളത്തരങ്ങളും കാണിച്ചതിന് അതിനെ എതിർക്കാൻ വേണ്ടി അന്നുണ്ടായിരുന്ന നമ്മുടെ അസോസിയേഷൻ തലപ്പത്തിരുന്ന ആളുകൾ കൊണ്ടുവന്നതാണ് ഈ ഭരണാധികാരിയെ. പക്ഷെ ബൈലോ പ്രകാരം അത് തെറ്റാണ്. ഈ 25 വർഷമായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു നിഷ്പക്ഷതയില്ലായ്മയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹത്തിന് ഇവർക്ക് വളരെ ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ കുശി സാറിനെ പോലെ ഒരാളെ ഭരണാധികാരിയായി വെച്ചിരിക്കുന്നത്. അതിനെയാണ് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ബോധപൂർവമായി തന്നെ ഇത്തരത്തിൽ ഈ ഭരണാധികാരിക്ക്
സാന്ദ്ര കേൾക്കാമെങ്കിൽ ആജ്ഞ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, ഇതിലുണ്ടാകുന്ന ഒരു സംശയം ഈ ബോധപൂർവമായി തന്നെ അല്ല, കേൾക്കാം. ബോധപൂർവമായി തന്നെ ഇങ്ങനെ നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വെൽ പ്ലാൻഡ് ആയ തെരഞ്ഞെടുപ്പ്, ആര് ജയിക്കണം ആര് തോക്കണം എന്നൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒന്ന്, അങ്ങനെ തന്നെയാണോ സാന്ദ്ര മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇത് അവർ വളരെ പ്ലാൻ ചെയ്ത് നടത്തിയൊരു നാടകമായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ട് ഈ സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. ഇതുവരെ ഒരു അസോസിയേഷനും സ്ക്രൂട്ടിനിക്ക് മാധ്യമപ്രവർത്തകരെ അകത്ത് കയറ്റിയിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടാണ് ഒരു അസോസിയേഷൻ സ്ക്രൂട്ടിനിക്ക് വേണ്ടി മാധ്യമപ്രവർത്തകരെ അകത്ത് കിട്ടുന്നത്. അത് എന്നെ നാണം കെടുത്തുക, എന്നെ അപമാനിതയാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പിന്നെ ഇത് നിഷ്പക്ഷമായിട്ടാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു നാടകമൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നാണ് അവരിത് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് നമ്മളെല്ലാവരും കണ്ടത്. ഇത് ഞാൻ അസോസിയേഷനിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ എൻ്റെ തലപ്പത്തേക്ക് വരികയാണെങ്കിൽ, തലപ്പത്ത് എന്നത് പോട്ടെ, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ കൂട്ടരാജി വയ്ക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പോൾ എന്നെ അത്രയ്ക്കധികം അവർ ഭയക്കുകയാണ്. എന്തിനാണ് ഭയക്കുന്നത്? അവർ ഭയക്കുന്നത് അവരുടെ അഴിമതികൾ ഞാൻ വെളിയിൽ കൊണ്ടുവരുമെന്നുള്ള ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ ഇത്രയും വർഷങ്ങളായി നടത്തിക്കൊണ്ടുവന്നിരുന്ന വൻ അഴിമതി, അതായത് കോടാനുകോടി പൈസയുടെ അഴിമതി, ഈ പറയുന്ന വ്യക്തിത്വങ്ങളെല്ലാം ജീവിത ചെലവ് നടത്തുന്നത് ഈ അസോസിയേഷൻ്റെ, ഈ പാവപ്പെട്ട നിർമ്മാതാക്കളുടെ കാശിൽ അഴിമതി കാണിച്ചുകൊണ്ടാണ്. അപ്പം ഇന്ന് മറ്റൊരു നിർമ്മാതാവ് ശ്രീ ശശി അയ്യഞ്ചിറ, നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ സെക്രട്ടറിയായി 6 വർഷം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന അസോസിയേഷൻ നേതാക്കൾ നടത്തുന്ന അഴിമതിയെ അദ്ദേഹം തുറന്നു കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്നതെല്ലാം സത്യമാണ്, ഞാൻ ഈ പറയുന്നതിലെല്ലാം കാര്യമുണ്ട് എന്ന് മറ്റൊരു വ്യക്തി കൂടി ഇന്ന് പുറത്തേക്ക് വന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് സംഘടനയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഗുണ്ടകളായ കുറച്ചു പേര് അവരുടെ ഗുണ്ടായിസം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. അതിനെയാണ് ഇപ്പൊ ശശി അയ്യഞ്ചിറയെ പോലെയുള്ള നിർമ്മാതാക്കൾ പുറത്തേക്ക് വന്ന് ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പുറത്തേക്ക് പറഞ്ഞത്. ഈ അസോസിയേഷന്റെ പേരിൽ അസോസിയേഷന്റെ നിർമ്മാതാക്കളെ, മറ്റ് പാവപ്പെട്ട നിർമ്മാതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർ മറ്റൊരു പ്രൈവറ്റ് കമ്പനി തുടങ്ങി അവർ അതിൻ്റെ എല്ലാ എന്താ പറയുക, കോടിക്കണക്കിന് പൈസയാണ്, അതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതാണ്. ഇതിനകത്ത് അധികാരമോഹത്തിന് അപ്പുറത്ത് ഒരു പണത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ അധികാരം വിട്ടുതരാൻ തയ്യാറാവാത്തത്. ഇതിൽ സാന്ദ്ര, ഇതിപ്പോൾ ഈ പ്രൊഡ്യൂസർമാർ മാത്രമാണോ ഉള്ളത്? അതിനപ്പുറത്ത് ബാഹ്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ടോ? ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള വ്യക്തമായ അറിവില്ല. ബാഹ്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതായത് ഈ ചില സൂപ്പർ താരങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നു. എനിക്കറിയില്ല. ശ്രീ ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ആളുകൾ എനിക്കെതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. ചില സൂപ്പർ താരങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന മട്ടിലൊക്കെയുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് പറയാനില്ല. കാര്യം അത് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇടപെടുന്ന വിഷയം എന്താണ്, അതിൻ്റെ മെറിറ്റ് എന്താണ്, അതിനകത്ത് സത്യം എന്താണ് എന്ന് ഒരു ആത്മപരിശോധന നടത്തി വേണം എന്ത് കാര്യത്തിലേക്കും ഇടപെടാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അത്രേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളൂ. അതിലൊരു കാര്യം തീർച്ചയായും താങ്കൾക്ക് പരിമിതി ഉണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെ ആരെങ്കിലും ഒക്കെ ബന്ധപ്പെടാറുണ്ടോ? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ചിരുന്നു, അവരുടെ സപ്പോർട്ട് അറിയിച്ചിരുന്നു. ഞാനിപ്പോൾ അത് മാത്രമേ കാണുന്നുള്ളൂ. ഒരുപാട് നടന്മാരായാലും നടിമാരായാലും ഡയറക്ടേഴ്സ് ആയാലും മറ്റ് മേഖലകളിൽ ഇപ്പോൾ പോലും ഇന്നലെ പോലും ഒരു ഡയറക്ടർ, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ് എന്നെ വിളിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സാൻഡ്ര, ഞാൻ ചെയ്ത് കഴിഞ്ഞൊരു സിനിമയുണ്ട്, അത് സാൻഡ്രയുടെ പേരിൽ ഞാൻ സെൻസർ ചെയ്ത് തരാം എന്നാ പറഞ്ഞത്. കാര്യം ഒരു സെൻസർ സർട്ടിഫിക്കറ്റിന്റെ കുറവാണ് അവർ പറയുന്നതെങ്കിൽ അത് ഞാൻ സാൻഡ്രയുടെ പേരിൽ സെൻസർ ചെയ്ത് തരാമെന്ന് പറയുന്നത്. അപ്പം അതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണം? അത്രയും വലിയൊരു സപ്പോർട്ടാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. അവരിപ്പം ഉന്നയിക്കുന്ന ഒരു കാര്യം, സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ പേരിൽ 3 സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളതാണ്.
സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ പേരിൽ 2 സെൻസർ സർട്ടിഫിക്കറ്റേ ഉള്ളൂ. പക്ഷെ ഇന്നോവേറ്റീവ് ഫിലിം കോൺസെപ്റ്റ്സിൽ ഞാനായിരുന്നു എൻ്റെ പപ്പയും ഞാനും ഉള്ള കമ്പനിയാണ്, അതിൽ ഞാനായിരുന്നു. അതിലാണ് ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. അത് എൻ്റെ പേരിലാണ് സെൻസർ ചെയ്തേക്കുന്നത്. അതിനുശേഷം വന്ന സക്രയുടെ ഗർഭിണികൾ, മങ്കിപ്പൻ, അടികപ്പിയാരെ കൂട്ടമണി, ആട്, പെരിച്ചാഴി, മുദ്ദുഗൗ, ഇങ്ങനെയുള്ള സിനിമകളെല്ലാം എൻ്റെ പേരിലാണ് സെൻസർ ചെയ്തേക്കുന്നത്. അപ്പം സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് സാന്ദ്ര ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ താല്പര്യമുള്ള ആളുകൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. അതായത് തൊഴിൽ പീഡനം, നിങ്ങളുടെ സിനിമ സെറ്റിലെ തൊഴിൽ പീഡനം പരിഹരിക്കുന്നതിനുമായിട്ടാണ് സാന്ദ്ര അന്ന് അവരെ സമീപിച്ചത്. പക്ഷെ ആ സമയത്തുണ്ടായ പ്രശ്നങ്ങൾ നമുക്കെല്ലാം അറിയാം, അത് ലൈംഗിക അതിക്രമം വരെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്. ഈ ഒരു സാഹചര്യമാണോ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ, അതായത് പത്രിക തള്ളുന്ന, മനഃപൂർവ്വം പത്രിക തള്ളുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന, ഇപ്പം മാധ്യമപ്രവർത്തകരെ വരെ വിളിച്ചു വരുത്തി എന്ന് സാന്ദ്ര പറഞ്ഞല്ലോ. അതായത് സാന്ദ്രയുടെ പത്രിക ഞങ്ങൾ തള്ളാൻ പോവുകയാണ്, അത് എല്ലാവരും അറിയിക്കണം എന്നുള്ള ഒരു ഇതിലേക്കാണ്. അങ്ങനെ തന്നെയാണ് സാന്ദ്രയ്ക്ക് മനസ്സിലാവുന്നത്. അതെ, അത് വല്ലാത്തൊരു സാഡിസം ഉള്ള ഒരു ആൾക്കാരാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അത് നടന്നത്. പക്ഷേ ഇതിനകത്ത് അല്ല, ഞാൻ ഇനി കൂടുതൽ അവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവരോട്, കാര്യം ഇതെല്ലാം പൊതുസമൂഹം കണ്ടു കഴിഞ്ഞു. അതിലേക്ക് കൂടുതലായിട്ട് ഞാനിപ്പോൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും വ്യക്തമാണ് കാര്യങ്ങൾ. ഞാൻ എന്താണ് അനുഭവിച്ചത് എന്നുള്ളത്, ഞാൻ എന്തുകൊണ്ട് പുറത്തേക്ക് വന്ന് കംപ്ലൈന്റുമായി മുന്നോട്ട് വന്നു. എനിക്കുണ്ടായ ഒരു ദുരനുഭവം ഇനി മറ്റൊരു സ്ത്രീക്ക് ഉണ്ടാവരുത്. അത് മറ്റു സ്ത്രീകൾക്കുണ്ടാവുന്നു എന്ന് ഹേമ കമ്മിറ്റിയിലൂടെ ബോധ്യമായി. അതുവരേക്കും ഞാൻ സംസാരിച്ചിട്ടില്ല, അതുവരേക്കും ഞാൻ പുറത്തേക്ക് വന്ന് മിണ്ടിയിട്ടില്ല. ഞാൻ ഉള്ളിൽ തന്നെ നിന്ന് ഞാൻ അവരോടാ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ എന്നോട് ചെയ്തത് ശരിയായില്ല, അത് മോശമാണ്. ഒരു സ്ത്രീ എന്ന്, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ്, ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്, ഞാൻ നിങ്ങളെ കുടുംബാംഗങ്ങളെ പോലെ കാണുന്ന ഒരാളാണ്, ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് ചേട്ടാന്ന് വിളിച്ച് നിൽക്കണ്ടേ എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിഷമം. ആ സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതും മറ്റു സ്ത്രീകൾ ഇതേപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നതും. അപ്പോഴാണ് ഞാൻ ശരി, ഇതിന് നിങ്ങൾ പരിഹാരമുണ്ടാക്കണം. എൻ്റെ കേസിന് പരിഹാരമുണ്ടാക്കാനല്ല പറഞ്ഞത്, എന്നോടൊരു മാപ്പ് പറയാൻ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ആ മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ അത് എന്നേ തീർന്നു പോയേനെ. സാന്ദ്ര, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിച്ചുകളാ, പോട്ടെ എന്ന് പറഞ്ഞെങ്കിൽ അത് അവിടെ അവസാനിച്ചേനെ. അതിനു പകരം അതിനെ കൂടുതൽ അഗ്രിവേറ്റ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിച്ചത്. അപ്പം മറ്റ് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളത് വളരെ എവിഡൻ്റായി പുറത്തേക്ക് വന്ന് പലരും പറയാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ അതിൽ ഇടപെട്ട് ഞാൻ എൻ്റെ അസോസിയേഷനോടാണ് പറഞ്ഞത്, നമ്മളാണ് ഇതിൻ്റെ എപെക്സ് ബോഡി എന്ന് പറയുന്നത്, നമ്മളാണ് നിർമ്മാതാക്കൾ, നമുക്കാണ് ഇവിടെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. അപ്പം സ്ത്രീകൾക്ക് വേണ്ട സുരക്ഷ നമ്മൾ ഒരുക്കിക്കൊടുക്കും, നമ്മളെ കൊണ്ട് പറ്റാവുന്നത് പോലെ. അതായത് ഒരുപാട് പൈസ മുടക്കിയും നഷ്ടം വരുന്ന രീതിയിലല്ല, നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണം എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുടെ സജഷൻസും ഞാൻ കൊടുത്തിരുന്നു. അതിനെ അവർ നഖശിഖാന്തം എതിർക്കുകയും മാത്രമല്ല അതിന് പകരം സാന്ദ്ര എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യ്, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളോട് അമ്മയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പ്രതികരിക്കണ്ട എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ അവരോട് ചോദിച്ചത്, ഇത് അമ്മയുടെ ഉപസംഘടനയാണോ നിർമ്മാതാക്കളുടെ സംഘടന എന്ന് എനിക്ക് ചോദിക്കേണ്ടതായി വന്നത് അവിടെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവർ എനിക്കെതിരെ തിരിയുന്നതും എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഒക്കെ. പക്ഷെ ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ എന്താണ് എൻ്റെ ഭാഗത്തുള്ള ന്യായം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അന്തിമ വിജയം എനിക്ക് തന്നെ ആയിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കോടതിയിൽ ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സാന്ദ്ര നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു വാദമുഖം ഉന്നയിച്ചത് അത് തീർത്തും നിയമപരമല്ല. അതായത് ഈ ബൈലോ അനുസരിച്ചിട്ട് ഉള്ള എല്ലാ പ്രൊസീജിയറും സാന്ദ്ര പാലിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് കോടതി വിധിയിൽ അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും പ്രഥമ ദൃഷ്ടിയ നീതികേടാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കോടതിയുടെ ശ്രദ്ധയിലും പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ നീതി കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് ഈ നേരത്തെ ഈ പരാതിപ്പെട്ടിരുന്ന ആളുകൾ, അവരുടെ കയ്യിൽ കുറെ കാലമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭരണം ഇരിക്കുന്നു. ഇതിലൊരു അടിച്ചുതെളി ആവശ്യമാണ് നിലനിൽക്കുന്ന സാഹചര്യമാണല്ലോ ഇപ്പോൾ സാന്ദ്ര മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവരോടുള്ള ഈ ഒരു പരാതി അതല്ലെങ്കിൽ അത് വ്യക്തിപരമായി മാറിയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ ഇപ്പോൾ കാണുന്നത്? പരാതി ഒരിക്കലും വ്യക്തിപരമല്ല. സാന്ദ്ര പറഞ്ഞ പരാതിയല്ല, അത് അവര് വ്യക്തിപരമായി എടുത്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ശ്രീ ശശി അയ്യഞ്ചിറ മുന്നോട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ അതാണ് അതിന്റെ സത്യാവസ്ഥ.
അതായത് അവര് ഭയക്കുന്നത് അവര് അസോസിയേഷന്റെ പേരിൽ നടത്തിയ അഴിമതികൾ ഇത് പുറത്തേക്ക് വരുമെന്നാണ് അവർ ഭയന്നത്. അതിന്റെ പേരിൽ അവർക്ക് നഷ്ടമാകാൻ പോകുന്ന കോടിക്കണക്കിന് പൈസ, അതിനെയാണ് അവർ ഭയന്നത്. അല്ലാതെ അവരുടെ അധികാരത്തിനെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവർക്കെതിരെ നിൽക്കുന്നതിൻ്റെയോ ഒന്നുമല്ല. അവർ ഭയന്നത് മുഴുവൻ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടമാകാൻ പോകുന്ന കോടിക്കണക്കിന് പൈസ, അതിന്റെ പേരിൽ നടത്തുന്ന അഴിമതികൾ, ഈ പറയുന്ന പാവപ്പെട്ട നിർമ്മാതാക്കളെ എല്ലാം മണ്ടന്മാരാക്കിക്കൊണ്ട് ഒരു കമ്പനി തുടങ്ങുകയും ആ കമ്പനിയുടെ പേരിൽ അഴിമതി നടത്തുകയും ചെയ്യുന്നതിനെയാണ് ഞാൻ തുറന്നു കാണിക്കാനായിട്ട് ശ്രമിച്ചത്. യെസ്, ആജ്ഞയാണ് ഇത്തരം വിവരങ്ങൾ സാന്ദ്രയിൽ നിന്ന് തേടിയത്. സാന്ദ്ര സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്തായാലും സാന്ദ്രയെ സംബന്ധിച്ചിടത്തോളം സാന്ദ്രയ്ക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ചില ആവശ്യങ്ങൾ ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ പുറത്തു വരണം എന്ന് സാന്ദ്ര ആഗ്രഹിക്കുന്നുണ്ട്. അതിനപ്പുറത്തൊരു വലിയ ഏറ്റുമുട്ടലിലേക്ക് അല്ല പോകാൻ താൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടിയാണ് പറയുന്നത്. എന്തായാലും സാന്ദ്രയ്ക്ക് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് സിനിമാ മേഖലയിൽ നിന്ന് എന്ന് തന്നെയാണ് ഇപ്പോൾ സാന്ദ്ര പറയുന്നത്. അതായത് ഈ നിർമ്മാതാക്കളിൽ നിന്ന് പുറത്തുള്ളവരും സാന്ദ്രയെ പിന്തുണയ്ക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ തനിക്ക് അന്തിമമായ ഒരു വിജയം ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുകയാണ്. ആജ്ഞയാണ് സാന്ദ്രയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടിയത്. ഉറപ്പായും വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ സാന്ദ്രയുടെ ഈ പ്രതികരണത്തിന്മേലുമൊക്കെ പലർക്കും പലതും പറയാൻ ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ന്യൂസ് ട്രെൻഡ്സ് ആണ്